Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റൂട്ട് ടു മീഡിയ ഈസി റെസിപ്പീസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രീപ്പാണ്. ന്യൂട്ടെല്ല സ്ട്രോബെറി ബനാന ക്രീപ്പ്. ക്രീപ്പിന് ആവശ്യമായിട്ട് ഞാൻ 6 നല്ല പഴുത്ത സ്ട്രോബെറി, 4 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. മറ്റു പഴങ്ങൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത ക്രീപ്പിന് നമ്മൾ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1 കപ്പ് പാല്, 2 സെയിം അളവ് തന്നെ ആയിരിക്കണം. പിന്നെ ന്യൂട്ടെല്ലയും 1 കപ്പ് പൊടിച്ച ഷുഗറും പിന്നെ അമൂലിൻ്റെ ബട്ടറുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്. ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഹണിയും. പിന്നെ നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട് 3 മുട്ട മസ്റ്റാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ട ചേർക്കുമ്പോൾ. നമുക്കിനി മാവ് തയ്യാറാക്കാൻ അതിനൊരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ആ ഫ്ലോർ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ കഴിവതും ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മൾ കൈ വെച്ചിട്ട് കുഴയ്ക്കാന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടത്തില്ല. ബീറ്റർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ അടുപ്പിൽ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചോ നമുക്ക് ചൂടാക്കാം. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കണം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പാലും. നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ അരിച്ച് വേണം എടുക്കാൻ. അതിൽ ചെറിയ ബബിൾസ് കാണും, അതൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ക്രീപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാവൂ. കാരണം അതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് സെറ്റ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചെടുത്താലും മതി. നമുക്ക് നല്ല വലിയൊരു തവ എടുത്ത് അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ നന്നായിട്ട് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ആക്കണം. ബട്ടർ ആകുമ്പോൾ ഇത്തിരി കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്ത് കൊടുത്താൽ ഇത്തിരി കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്രീപ്പ് പൊതുവേ നല്ല സ്വീറ്റായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കിതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്, സ്ട്രോബെറിയും ബനാനയും. നമുക്കാണെങ്കിൽ സ്ട്രോബെറി മാത്രമായിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബനാന മാത്രമായിട്ട് ചെയ്യാം. വേറെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്, അത് വരും വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ അകത്താകുമ്പോൾ സ്ട്രോബെറിയും ബനാനയൊക്കെ കുട്ടികൾ തന്നെ കഴിച്ചോളും. നമുക്കൊരു വലിയൊരു തവിയിൽ തന്നെ എടുത്തിരിക്കണം. എന്നിട്ടത് നന്നായിട്ട് ചുറ്റിച്ചെടുക്കണം. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ പരത്താൻ പറ്റില്ല. നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം എല്ലായിടത്തും. നമ്മൾ ബട്ടർ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളകി വരും. അടുക്കി പിടിക്കുന്ന ആരും പേടിക്കൊന്നും വേണ്ട. നന്നായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം. കഴിവതും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതാകുമ്പം നന്നായിട്ട് അടുക്കി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് നമ്മളൊരു 45 സെക്കൻഡ് വേവിച്ചെടുക്കണം. ഒരു ഭാഗം അടച്ചൊന്നും വെക്കേണ്ട, തുറന്നു തന്നെ ഒരു ഭാഗം നമ്മൾ 45 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. 45 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ അധികം ഇതാക്കുന്നില്ല, ഫ്രൈ ചെയ്യുന്നില്ല. ഞാനിത് തിരിച്ചിടാൻ പോവാം. ഇളക്കം ഒന്ന് ശ്രദ്ധിക്കണം. ഇതേപോലെ കിട്ടും. ഇത് ഞാൻ കണ്ടത് കറുപ്പൊന്നും ആയിട്ടില്ല. കറുപ്പാവുകയാണെങ്കിൽ തന്നെ ആരും പേടിക്കേണ്ട, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇത് നമ്മളൊരു 30 സെക്കൻഡ്, ഒരു ഭാഗം 45 സെക്കൻഡ്, മറ്റൊരു ഭാഗം ഒരു 30 സെക്കൻഡ് ഓൾറെഡി കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒന്ന് മറിച്ചിട്ടേക്കുന്നത്. നമുക്കിനി ഇത് എടുത്തിട്ട് ഒരു പാത്രം 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമുക്കിനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ ഞാൻ ഒരു ലെയർ ന്യൂട്ടെല്ല, ഇത് നമുക്കിവിടെ ഇഷ്ടം അനുസരിച്ച് കട്ടിക്കോ തിന്നായിട്ടോ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഒരു ലെയർ നമ്മൾ ന്യൂട്ടെല്ല തേച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം എല്ലായിടത്തും. ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ തേച്ചിട്ടുള്ളത്, കാരണം നമ്മളിത് മടക്കിയാണ് വെക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രം ന്യൂട്ടെല്ല നല്ലപോലെ തേക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഞാൻ ഇത്തിരി കട്ടിക്കായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രോബെറി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇഷ്ടം അനുസരിച്ച് ഇളക്കാം. തിക്കായിട്ടും വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തിന്നായിട്ട് വേണമെങ്കിലും എടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് എടുക്കാം. നമുക്ക് ബനാന മാത്രമാണെങ്കിൽ ബനാന മാത്രം വെക്കാം, സ്ട്രോബെറി വേണമെങ്കിൽ സ്ട്രോബെറി മാത്രം വെക്കാം. പക്ഷേ രണ്ടും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്ട്രോബെറി ചെറിയ പുളിപ്പും പഴത്തിൻ്റെ ഒരു മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇതെല്ലാം നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാച്ചാൽ വേണ്ട. പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. തേനും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല മധുരമായിരിക്കും. കുറച്ച് മതിയാവും തേന്. എല്ലായിടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തേൻ ഒഴിച്ചിട്ട് നമ്മളിതിങ്ങനെ മടക്കണം. വീണ്ടും അത് ഒന്നും കൂടെ മടക്കണം. അത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടാനായിട്ട് മടക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഈ പഴവും സ്ട്രോബെറി ഒന്ന് പുറത്ത് പോവാണ്ട് അതുപോലെ നമ്മൾ സൂക്ഷിച്ച് മടക്കിയെടുക്കണം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാകുമ്പോൾ കഴിക്കാൻ എളുപ്പമാണ്. ഇതൊന്നും വെളിയിൽ പോകത്തുമില്ല. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സ്ട്രോബെറി വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം. സ്ട്രോബെറിയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിലേക്ക് ചോക്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്, ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്ടെല്ല വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ക്രീപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്കിത് ലഞ്ച് ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് പാക്ക് ചെയ്തൊക്കെ കൊടുത്തയക്കാം. കുട്ടികൾ കഴിക്കുകയും ചെയ്യും. എല്ലാവരും ഈ ഒരു ക്രീപ്പ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ന്യൂട്ടെല്ല ഉള്ളതുകൊണ്ട്. ന്യൂട്ടെല്ല കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ സ്ട്രോബെറിയും ബനാനയും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.